ഒരേ സമയം നായകനും വില്ലനും ആകുന്ന ഒരു ക്യാരക്ടർ. ഒരു സൈക്കോ സർവൈവൽ ത്രില്ലർ ജോൺറയിൽ എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്ലോ ബേണർ ആയിട്ടുള്ള ഒരു മലയാളം മൂവി അതിന്റെ റോ രീതിയിൽ പോർട്രേ ചെയ്ത് വെച്ചിരിക്കുക. രണ്ടുപേരെ ഹോസ്റ്റലാക്കി വെച്ചുകൊണ്ട് ഒരാൾ ചെയ്യുന്ന ടോർച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൂട്ടൽ ടോർച്ചർ, മെന്റലി ഫിസിക്കലി ഇമോഷണലി ഉള്ള ടോർച്ചർ. അതെന്തിനാണ് എന്നുള്ള ഒരു മിസ്റ്ററി റിവീൽ ചെയ്യുന്ന ആ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടർ നായകനും പ്രതിനായകനുമായി മാറുകയാണ്. ആ ഒരു മിസ്റ്ററിയാണ് ശരിക്കും ഈ പടത്തിലെ സോൾ എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പോർട്രേ ചെയ്തിരുന്നെങ്കിൽ ഈ പടം കുറെ കൂടെ ആൾക്കാർ അറിഞ്ഞു പോകാൻ. എന്തുകൊണ്ടെന്നാൽ ആ ഒരു ഭാഗം മാറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ബാക്കി എല്ലാ രീതിയിലും പടം അടിപൊളിയാണ്. എസ്പെഷ്യലി പെർഫോമൻസ് എന്ന് പറയുമ്പോൾ രാജീവ് ഷെട്ടി, അപർണ ബാലമുരളി, കുമാരദാസ്, പിന്നെ അനിൽ ആൻഡോ, രമേശ് വർമ്മ എന്നിവരുടെ പെർഫോമൻസ് അടിപൊളിയാണ്. എന്ന് പറഞ്ഞാൽ രാജീവ് ഷെട്ടിയുടെ ചില മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു സൈക്കോ എന്ന രീതിയിൽ പൊളി. ചില സമയത്ത് നമ്മുടെ ഷമ്മിയുടെ ചെറിയ ഷെയ്ഡ് അടിച്ചെങ്കിലും അടിപൊളിയാണ് പുള്ളിയുടെ പെർഫോമൻസ്. പക്ക എന്ന് വെച്ചാൽ ഭയങ്കര ആ ഒരു ടോർച്ചർ എന്ന ആ ഒരു എലമെന്റ് ഒരാൾ എൻജോയ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഫൈഡർ എന്ന സിനിമയ്ക്കകത്ത് നമ്മൾ മറ്റേ ജയസൂര്യ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ ഒരു വേറെ രീതിയിലുള്ള ഒരു സാധനം ഇതാ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപർണ ബാലമുരളിയുടെ ക്യാരക്ടർ, മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള റഗ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, കുമാരദാസ് എന്ന് പറഞ്ഞ ആളുടെ ക്യാരക്ടർ അടിപൊളിയാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ വളരെ എഫർട്ട്ലെസ്ലി പുള്ളിയെ ചെയ്തു വെച്ചിട്ടുണ്ട്. സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും അത് ഭയങ്കര നല്ല രീതിയിൽ അഭിനയിക്കാൻ അറിയുന്ന ഒരാൾ ചെയ്തില്ലായിരുന്നെങ്കിൽ അത് ഭയങ്കര ബോറായി പോകാമായിരുന്ന ഒരു ക്യാരക്ടറിനെ സിമ്പിൾ ആയിട്ട് പുള്ളിയെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ അനിൽ ആൻഡോ, രമേശ് വർമ്മ എന്ന് പറഞ്ഞ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ മിസ്റ്ററി ത്രില്ലർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഇവർ പ്ലേസ് ചെയ്തേക്കുന്ന രീതി, അതിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് പ്ലേസ് ചെയ്തേക്കുന്ന ഒരു സ്ഥലം, അതൊക്കെ വളരെ ഇവർ ശരിക്കും ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേയുടെ ഒരു പോരായ്മ കൊണ്ടോ ആണ് ഈ പടത്തെ പറ്റി ആൾക്കാർ അത്ര പറയാതെ പോയത്. അല്ലെങ്കിൽ ഇതൊരു സ്ലോ ബേൺ ആയിട്ടുള്ള ഒരു സൈക്കോ സർവൈവൽ ത്രില്ലർ ജോണറിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി മലയാള സിനിമ തന്നെ ആവേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് രുദ്രം എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ്. നിങ്ങൾ കണ്ടു നോക്കും, ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട് എന്ന് തോന്നുന്നു. ഡീസൻറ്റ് വൺ ടൈം വാച്ചായിട്ടുള്ള ഒരു സൈക്കോ സർവൈവൽ ത്രില്ലർ ജോണറിൽ വന്നിട്ടുള്ള ഒരു മലയാളം മൂവി തന്നെയാണ്. അപ്പം ബൈ, കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയും. പിന്നെ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ.